ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ടെക്നിക്കൽ എക്സാംസിന്, ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ നിന്നും ടെക്നിക്കൽ എക്സാംസിന് ചോദിച്ചിട്ടുള്ള സെമി കണ്ടക്ടർ ഡയോഡ്സ് എന്ന പോർഷനിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡയോഡ് വെൻ റിവേഴ്സ് ബയാസ്ഡ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഡ്യൂ ടു ദ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ഫോർവേഡ് കറന്റ്, ഓപ്ഷൻ ബി സാച്ചുറേഷൻ കറന്റ്, ഓപ്ഷൻ സി എഡ്ഡി കറന്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഇവിടെ ഡയോഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അത് നോർമൽ PN ജംഗ്ഷൻ ഡയോഡ് ആയിരിക്കും. അതിന്റെ കേസാണ് ചോദിക്കുന്നത്. നോർമൽ PN ജംഗ്ഷൻ ഡയോഡ് റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്, അതിന്റെ കറണ്ട് ഫ്ലോയിങ്ങിന്റെ നെയിം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നോർമൽ PN ജംഗ്ഷൻ ഡയോഡ് വർക്ക് ചെയ്യണമെങ്കിൽ, കറണ്ട് കണ്ടക്ഷൻ പോസിബിൾ ആവണമെങ്കിൽ അത് ഫോർവേഡ് ബയാസിലായിരിക്കണം. അതായത് ഡയോഡിന്റെ ആനോഡ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലും ഡയോഡിന്റെ കാഥോഡ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലും ആയിരിക്കണം. ഇപ്പൊ മാത്രമേ നമ്മുടെ കറണ്ട് കണ്ടക്ഷൻ പോസിബിൾ ആവുള്ളൂ. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ നമുക്ക് എന്തുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? ഒരു കറണ്ട് ഫ്ലോ ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ഒരു ചെറിയ കറണ്ട് ഫ്ലോ റിവേഴ്സ് ബയാസിൽ ഉണ്ടാവും ഡ്യൂ ടു മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടുണ്ടാവുന്ന കറണ്ടാണ് റിവേഴ്സ് ബയാസിൽ ഉണ്ടാവുക. ആ കറണ്ടിനെ പറയുന്ന പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഇവിടെ ഓപ്ഷനിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിന് സിമിലർ ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, അതായത് സാച്ചുറേഷൻ കറണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ബി സാച്ചുറേഷൻ കറണ്ട് ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പേസ് ചാർജ് റീജിയൻ ഇൻ എ ജംഗ്ഷൻ ഡയോഡ് കണ്ടെയ്ൻ ചാർജ് ദാറ്റ് ആർ. നമുക്കറിയാം, ഒരു PN ജംഗ്ഷൻ ഡയോഡിൽ എന്താണ്? ഒരു P റീജിയൻ ഉണ്ട്, ദെൻ ഒരു N റീജിയൻ ഉണ്ട്. ആ N റീജിയന്റെയും P റീജിയന്റെയും മിഡിലായിട്ട് ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യാറുണ്ട്. ആ ഫോം ചെയ്യുന്ന ഡിപ്ലീഷൻ റീജിയന്റെ അനദർ നെയിം ആണ് സ്പേസ് ചാർജ് റീജിയൻ. ഈ സ്പേസ് ചാർജ് റീജിയനിൽ നമുക്കറിയാം, സ്പേസ് ചാർജ് റീജിയൻ എങ്ങനെയാ ഫോം ചെയ്യുന്നത്? നമ്മുടെ P സൈഡിലുള്ള മെജോറിറ്റി ചാർജ് കാരിയേഴ്സും N സൈഡിലുള്ള മെജോറിറ്റി ചാർജ് കാരിയേഴ്സും ഡിപ്ലീറ്റ് ചെയ്ത് ഇല്ലാണ്ടാവും. അങ്ങനെയാണ് ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസോ ഹോൾസോ അങ്ങനെ മൊബൈൽ ചാർജ് കാരിയേഴ്സ് ഒന്നും എവിടെ ഉണ്ടാവില്ല? ഡിപ്ലീഷൻ റീജിയനിൽ ഉണ്ടാവില്ല. അവിടെ ഉള്ളത് ആകെ ഫിക്സഡ് ആയിട്ടുള്ള ഡോണറും അക്സെപ്റ്ററും ആയിട്ടുള്ള അയോൺസ് ആണ്. ഇവിടെ ഓപ്ഷൻ സി ഫിക്സഡ് ഡോണർ ആൻഡ് അക്സെപ്റ്റർ അയോൺ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാരാമീറ്റർ ഈസ് മെയിൻറ്റൈൻഡ് കോൺസ്റ്റന്റ് ഇൻ സെനർ ഡയോഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെനർ ഡയോഡ് എന്നൊരു സ്പെഷ്യൽ ടൈപ്പ് ഡയോഡിന്റെ കേസാണ്. സെനർ ഡയോഡ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് റിവേഴ്സ് ബയാസിലാണ്. സെനർ ഡയോഡിനകത്ത് ഒരു പാരാമീറ്റർ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. അതേതാണ്? വോൾട്ടേജ് ആണ് ആൻസർ. ഓപ്ഷൻ സി വോൾട്ടേജ് ആണ് ഇവിടെ ആൻസർ ആയി വരുന്നത്. സെനർ ഡയോഡ് ടെർമിനൽസിന് അക്രോസ് വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. ഈ കോൺസ്റ്റന്റ് വോൾട്ടേജിനെ പറയുന്ന പേരാണ് VZ അഥവാ സെനർ വോൾട്ടേജ്. റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡയോഡാണ് സെനർ ഡയോഡ്. സെനർ ഡയോഡിന്റെ സിമ്പലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സെനർ ഡയോഡിന്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. റിവേഴ്സ് ബയാസിലാണ് ഇത് വർക്ക് ചെയ്യുക. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ നമ്മുടെ കാഥോഡിലും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ സെനർ ഡയോഡിന്റെ ആനോഡിലും കണക്ട് ചെയ്യുമ്പോഴാണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക. ഇവിടെ ഡയോഡിന്റെ വോൾട്ടേജ് കൂടുമ്പോൾ, ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ആവും. കറണ്ട് മാത്രമേ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവുള്ളൂ, വോൾട്ടേജ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ കീപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സെനർ ഡയോഡ് എപ്പോഴും യൂസ് ചെയ്യുന്ന മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേറ്റേഴ്സിലാണ്. വോൾട്ടേജ് റെഗുലേറ്റേഴ്സിലാണ്, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ട്സിലൊക്കെയാണ് സെനർ ഡയോഡ് കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്നത്. ലോഡ് കറണ്ട് ചേഞ്ച് ചെയ്യും, പക്ഷെ എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയി തന്നെ കീപ്പ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂട്രൽ ആറ്റം മസ്റ്റ് ഹാവ് സെയിം നമ്പർ ഓഫ്. ന്യൂട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പ്രോട്ടോണും ഇലക്ട്രോണും സെയിം നമ്പർ ആയിട്ടുള്ള ആറ്റത്തിനെയാണ് ന്യൂട്രൽ ആറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ന്യൂട്രൽ ആറ്റത്തിന് ചാർജ് ഉണ്ടാവില്ല, നോ ചാർജ് ആണ്. എന്തുകൊണ്ടായിരിക്കും ചാർജ് ഇല്ലാത്തത്?
കാരണം പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും സെയിം ആണ്. പ്രോട്ടോണിന്റെ ചാർജ് നമുക്കറിയാം പോസിറ്റീവ് ആണ്, അതേപോലെ തന്നെ ഇലക്ട്രോണിൻ്റെത് നെഗറ്റീവ് ആണ്. അങ്ങനെ പോസിറ്റീവും നെഗറ്റീവും കൂടെ ക്യാൻസൽ ആയി എന്ത് സംഭവിക്കും? അവിടെ ന്യൂട്രൽ ആയി മാറും. അപ്പോൾ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ആറ്റത്തിന് ചാർജ് ഉണ്ടാവില്ല, അതിൽ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾസും കൂടെ നോക്കാം. ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്, അതിന് 1 പ്രോട്ടോൺ ആൻഡ് 1 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ കാർബൺ ആറ്റം എന്ന് പറയുന്നതും ഇവിടെ ന്യൂട്രൽ ആറ്റം ആണ്, അത് 6 പ്രോട്ടോൺ അതുപോലെ തന്നെ 6 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. ഓക്സിജൻ എന്ന് പറയുന്നതും ഒരു ന്യൂട്രൽ ആറ്റത്തിന് എക്സാമ്പിൾ ആണ്, ഇവിടെ 8 പ്രോട്ടോണും 8 ഇലക്ട്രോണും ആണ് ഉണ്ടാവുക. ഇതിനൊന്നും ചാർജ് ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a Zener diode shunt voltage regulator, the diode regulates so long as it is kept in dash condition. നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ സെനർ ഡയോഡിന്റെ സിമ്പൽ എങ്ങനെയാണ്? സെനർ ഡയോഡ് ഇങ്ങനെയാണ് വരിക. സെനർ ഡയോഡ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് റിവേഴ്സ് കണ്ടീഷനിലായിരിക്കും അതിന്റെ പ്രോപ്പർ വർക്കിംഗ് നടക്കുന്നത്. ഫോർവേഡ് കണ്ടീഷനിലും വർക്ക് ചെയ്യും, പക്ഷെ സെനർ ഡയോഡിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒന്നും നമുക്ക് കിട്ടില്ല. സെനർ ഡയോഡ് ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്താൽ ഒരു ഓർഡിനറി ഡയോഡായിട്ട് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ വരിക? റിവേഴ്സ് ബയാസിൽ കെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെനർ ഡയോഡ് ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ? യൂസ് ചെയ്യാൻ പറ്റൂ. റിവേഴ്സ് ബയാസ് വോൾട്ടേജിൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്ത് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇതേപോലെ തന്നെ റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യുന്ന മറ്റ് ഡയോഡ്സിന്റെ പേര് കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ഒന്നാമത്തത് ഷോർട്ട് കീ ഡയോഡ്, അതേപോലെ തന്നെ വാരക്ടർ ഡയോഡ്, ടണൽ ഡയോഡ്. ഷോർട്ട് കീ ഡയോഡ്, അതേപോലെ വാരക്ടർ ഡയോഡ്, അതേപോലെ തന്നെ ടണൽ ഡയോഡ്. ഇത്രയും ഡയോഡ്സ് നമ്മൾ റിവേഴ്സ് ബയാസിൽ അതിന് വർക്ക് ചെയ്യിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യുന്ന ഡയോഡ്സിന് എക്സാമ്പിൾ സെനർ ഡയോഡ്, ഷോർട്ട് കീ ഡയോഡ്, വാരക്ടർ ഡയോഡ്, ടണൽ ഡയോഡ് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടൈപ്പ് ഓഫ് കോഡ് പ്രിന്റഡ് ഓൺ എ സെനർ ഡയോഡ് BZC9V1. ഇതാണ് ഒരു സെനർ ഡയോഡിന്റെ ഒരു കോഡാണ്. സെനർ ഡയോഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കോഡാണ്. ഇതില് ബി എന്ന് പറയുന്ന ലെറ്റർ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ബി എന്ന് പറയുന്ന ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സിലിക്കണെയാണ്. സിലിക്കൺ എന്ന് പറയുന്നതിനെയാണ് ബി എന്ന് പറയുന്ന ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത് സിലിക്കൺ യൂസ് ചെയ്തിട്ടെന്നാണ്. നമുക്ക് എ എന്നായിരുന്നു ഇവിടെ റെപ്രസെന്റ് ചെയ്തിരുന്നതെങ്കിൽ മനസ്സിലാക്കാം, ജർമേനിയം ഡയോഡ് കൊണ്ടാണ് ഈ സെനർ ഡയോഡ് എന്ത് ചെയ്തിരിക്കുന്നത്? മാനുഫാക്ചർ ചെയ്തിരിക്കുന്നതെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല BZ, അതിലെ ഇസഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതൊരു സെനർ ഡയോഡ് ആണെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ എ സിലിക്കൺ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The reverse leakage current in a silicon diode. റിവേഴ്സ് ലീക്കേജ് കറണ്ട് സിലിക്കൺ ഡയോഡിലെ റിവേഴ്സ് ലീക്കേജ് കറണ്ടിനെ പറ്റിയിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഫോർവേഡ് ബയാസിൽ നമ്മൾ അറിയാം സിലിക്കൺ ഡയോഡിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതേപോലെ റിവേഴ്സ് ബയാസിൽ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. ആ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ്, അതായത് ഓരോ 10 ഡിഗ്രി സെൽഷ്യസിലും റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എത്ര ഇൻക്രീസ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. 10 ഡിഗ്രി സെൽഷ്യസ് റൈസിൽ സംഭവിക്കുന്നത് നമ്മുടെ റിവേഴ്സ് ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത് ഡബിൾ ആവും. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കാം. PSC മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു 10 ഡിഗ്രി സെൽഷ്യസിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് 2 മില്ലി ആംപിയർ ആയിരിക്കും. ദെൻ 40 ഡിഗ്രി സെൽഷ്യസിൽ എത്രയായിരിക്കും എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഓരോ 10 ഡിഗ്രിയിലും ഡബിൾ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ 20 ഡിഗ്രി സെൽഷ്യസിൽ എന്താവും? 4 മില്ലി ആംപിയർ ആവും. ദെൻ 30 ഡിഗ്രി സെൽഷ്യസിൽ അതേപോലെ തന്നെ ഡബിൾ ആവും, 8 മില്ലി ആംപിയർ ആവും. ദെൻ 40 ഡിഗ്രി സെൽഷ്യസിൽ ഡബിൾ ആവും, 16 മില്ലി ആംപിയർ ആവും. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് 40 ഡിഗ്രി സെൽഷ്യസിൽ 16 മില്ലി ആംപിയർ. ഈ കൺസെപ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കുക. റിവേഴ്സ് ലീക്കേജ് കറണ്ട് ഇൻ എ സിലിക്കൺ ഡയോഡ് ഡബിൾസ് ഫോർ ഈച്ച് 10 ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചർ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിലിക്കൺ ഡയോഡിന്റെ കേസാണ്. ജർമേനിയം ഡയോഡിന്റെ കേസ് ആണെങ്കിലും 10 ഡിഗ്രി റൈസിൽ എന്താണ് റിവേഴ്സ് ലീക്കേജ് കറണ്ട് ഡബിൾ ആവുക തന്നെയാണ് ചെയ്യുക. ശരിക്കും സിലിക്കണിൽ 8 ഡിഗ്രി സെൽഷ്യസിലാണ് ഡബിൾ ആവുക.
ജർമേനിയത്തിൽ 10 ഡിഗ്രി സെൽഷ്യസിലാണ് ഡബിൾ ആവുക എന്നാണ് പറയുന്നത്. പക്ഷെ PSCയുടെ ആൻസറിൽ എപ്പോഴും സിലിക്കൺ ചോദിച്ചാലും ജർമേനിയം ചോദിച്ചാലും നമ്മൾ 10 ഡിഗ്രി സെൽഷ്യസ് റൈസിൽ ഡബിൾ ആവുന്നു എന്ന് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. അങ്ങനെയാണ് എല്ലാ ആൻസർ കീസിലും വന്നിട്ടുള്ളത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The maximum reverse voltage that can be applied to the diode without destruction is. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാക്സിമം എത്രത്തോളം വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഡയോഡിനെ ഡിസ്ട്രക്ട് ചെയ്യാതെ, ഡയോഡ് ഡാമേജ് ആവാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജിനെ പറയുന്ന പേരെന്തെന്നാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് അഥവാ PIV എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. PIV എന്ന് പറയുന്നത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. PIVയുടെ വാല്യൂ സിലിക്കണിൽ എന്ന് പറയുന്നത് 1000 വോൾട്ട് ആണ്. അതേപോലെ ജർമേനിയത്തിന്റെ കേസിൽ 400 വോൾട്ട് വരെയാണ് PIV റേറ്റിംഗ് വരിക. അത് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സെനർ ഡയോഡ് ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് സെനർ ഡയോഡിൽ സംഭവിക്കുന്നത് എപ്പോഴെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ബോത്ത് P and N ആർ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻട്രൻസിക് സെമി കണ്ടക്ടേഴ്സിൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. നമ്മുടെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ ഒരു റിലേഷൻ ഓർത്ത് വെച്ചിരിക്കുക. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡോപ്പിംഗ് കോൺസെൻട്രേഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. അപ്പൊ ഡോപ്പിംഗ് ലെവൽ എന്തായിരിക്കും? ലോ ആയിരിക്കും. ഡോപ്പിംഗ് ലെവൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്ലി ഡോപ്ഡ് ഡയോഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഹെവിലി ഡോപ്ഡ് ഡയോഡ് ആണ് പറഞ്ഞിരുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് ലോ ആയിരുന്നേനെ. ഹെവിലി ഡോപ്ഡ് ഡയോഡിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ലോയും ലൈറ്റ്ലി ഡോപ്ഡ് ഡയോഡിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വെരി ഹൈയും ആയിരിക്കും. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡോപ്പിംഗ് ലെവൽ ഓഫ് എ ക്രിസ്റ്റൽ ഡയോഡ് ഈസ് ഇൻക്രീസ്ഡ്, ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താണ്? ഡോപ്പിംഗ് ലെവല് ക്രിസ്റ്റൽ ഡയോഡ് കൂടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്താ സംഭവിക്കുക? ഈസ് ഡിക്രീസ്ഡ്. സോ ഓപ്ഷൻ ബി എന്ന് പറയുന്നതാണ് റൈറ്റ് ആൻസർ. ഈ റിലേഷൻ എപ്പോഴും ഓർത്തിരിക്കുക. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സെനർ ഡയോഡ് ഹാസ്. സെനർ ഡയോഡിന് എത്ര PN ജംഗ്ഷൻ ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഓൺലി 1 PN ജംഗ്ഷനേ ഉള്ളൂ. PN ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു P റീജിയൻ, ദെൻ ഒരു N റീജിയൻ. ഓക്കെ, അതുപോലെ തന്നെ സെനർ ഡയോഡിന്റെ സിമ്പൽ ഒന്ന് നമ്മൾ ഓർത്തിരിക്കുക. എന്താണ് സെനർ ഡയോഡിന്റെ സിമ്പൽ? ഇങ്ങനെയാണ് സെനർ ഡയോഡ് വരിക. ഇത് ആനോഡ്, അതുപോലെ തന്നെ ഇത് കാഥോഡ്. അതേപോലെ സെനർ ഡയോഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? സെനർ ഡയോഡ് എപ്പോഴും നമ്മൾ ഫംഗ്ഷൻ ചെയ്യിക്കുന്നത് ആനോഡ് എന്ന് പറയുന്ന ടെർമിനൽ നെഗറ്റീവിലും ബാറ്ററിയുടെ, അതുപോലെ കാഥോഡ് പോസിറ്റീവിലും. അപ്പൊ എന്താണ്? റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡയോഡാണ് സെനർ ഡയോഡ്. നമുക്ക് സെനർ ഡയോഡിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം പരിചയപ്പെടാം. സെനർ ഡയോഡ് എന്ന് പറയുന്നത് നമ്മളൊരു സീരീസ് റെസിസ്റ്റൻസിന് അക്രോസ് ആണ് കണക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ സെനർ ഡയോഡ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ സെനർ ഡയോഡിന്റെ എന്താണ് കൊടുത്തത്? കാഥോഡ് ആണ് കൊടുത്തത്. അതുപോലെ തന്നെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നമ്മൾ സെനർ ഡയോഡിന്റെ ആനോഡ് കൊടുത്തു. ദെൻ ഇവിടുന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു എന്ന് വിചാരിക്കുക, വി ഔട്ട്. ഓക്കെ, ഇവിടെ +V കണക്ട് ചെയ്യുന്നു. ഇത് നമ്മുടെ ഗ്രൗണ്ട് ടെർമിനൽ ആണ്, 0 വോൾട്ട് ആണ് വരിക. ഇവിടെ നമ്മുടെ ഇൻപുട്ട് കണക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഇൻപുട്ട് എന്താണ് കൊടുക്കുന്നത്? DC വോൾട്ടേജ് ആണ് ഇൻപുട്ട് കൊടുക്കുക. ഇത് സീരീസ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള RS ആണ്. ഇതിലെ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതാണ് ലോഡ് കറണ്ട്. ഈ സെനറിന് അക്രോസ് ഉള്ള കറണ്ട് എന്ന് പറയുന്നത് IZ ആയിരിക്കും. ഇവിടുന്ന് ടെർമിനലിന് ഔട്ട്പുട്ട് എടുക്കും, സെനറിന് അക്രോസ് ഔട്ട്പുട്ട് എടുക്കും. എപ്പോഴും V ഔട്ട് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വോൾട്ടേജ് റെഗുലേറ്റേഴ്സിൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം എത്രത്തോളം ലോഡ് കറണ്ട് ഇൻക്രീസ് ചെയ്താലും നമ്മുടെ സെനർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവില്ല. സെനർ വോൾട്ടേജ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ VI ക്യാരക്ടറിസ്റ്റിക്സ് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. VI ക്യാര ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെനർ ഡയോഡിലെ നോർമൽ ഫോർവേഡ് ബയാസിലെ കണ്ടീഷൻ നോർമൽ ഡയോഡ് പോലെ ആക്ട് ചെയ്യുന്നു. ഇതാണ് VF എന്ന് പറയുന്നത്. റിവേഴ്സ് ബയാസ് കണ്ടീഷനിലാണ് സെനർ ബ്രേക്ക് ഡൗൺ സംഭവിക്കുക. റിവേഴ്സ് ബയാസ് ബ്രേക്ക് ഡൗണിൽ റിവേഴ്സ് ബയാസിൽ ഈ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്?
സെന ബ്രേക്ക് ഡൗൺ റീജിയൻ ആണ്. ഇവിടെയാണ് സെന ബ്രേക്ക് ഡൗൺ സംഭവിക്കുക. ഇതാണ് ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സെനർ വോൾട്ടേജ് വി ഇസഡ്. ഈ വി ഇസഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വോൾട്ടേജ് എന്ത് ചെയ്യില്ല, കൂടില്ല. വോൾട്ടേജ് ഒരു കോൺസ്റ്റന്റ് ലെവലിൽ തന്നെ പോകും. ഇതെന്ന് പറയുന്നത് മിനിമം ഐ ഇസഡ് മിനിമം ആണിത്. ഇതെന്ന് പറയുന്നത് ഐ ഇസഡ് മാക്സിമം ആണ്, കറണ്ടിന്റെ മാക്സിമം വാല്യൂ. കറണ്ട് മാത്രമേ പിന്നെ എന്ത് ചെയ്യുള്ളൂ, കൂടുന്നുള്ളൂ. വോൾട്ടേജ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിലനിർത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് സെന ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ സെന ഡയോഡിന് ഒറ്റ പി എൻ ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം പവർ റേറ്റിംഗ് ഓഫ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്? ഇവിടെ LED പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. LED മാക്സിമം പവർ റേറ്റിംഗ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം LED ഒരു സ്റ്റാൻഡേർഡ് LED 10 മില്ലി വാട്ട് ടു 2000 മില്ലി വാട്ട് ആയിരിക്കും അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് LED പവർ റേറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫോർ ഹൈ പവർ LED 10 മുതൽ 100 വാട്ട് വരെ ആയിരിക്കും ഹൈ പവർ LED എന്ത് പറയുന്നത്, റേറ്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് കറക്റ്റ് ഒരെണ്ണം പിക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം 10 മില്ലി വാട്ട് മുതൽ 2000 മില്ലി വാട്ട് വരെ എന്തുണ്ട്, സ്റ്റാൻഡേർഡ് LED നമുക്ക് പവർ റേറ്റിംഗ് ഉണ്ട്. ഇവിടെ നമുക്ക് PSCയുടെ ആൻസർ കീയിൽ പറയുന്നത് ഓപ്ഷൻ A 150 മില്ലി വാട്ട് എന്നുള്ളതാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പഠിച്ചു വെച്ചേക്കുക. 150 മില്ലി വാട്ട് എന്ന് പറയുന്നതാണ് മാക്സിമം പവർ റേറ്റിംഗ് ഫോർ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്നത്. ശരിക്കും സ്റ്റാൻഡേർഡ് വാല്യൂസ് ഇതാണ്, പക്ഷെ നമ്മുടെ PSCയുടെ ആൻസർ കീയിൽ 150 മില്ലി വാട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പിൻ ഡയോഡ് ഈസ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് ഇൻ? പിൻ ഡയോഡ് എന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ. സ്വിച്ചിങ് ഡയോഡ് ഫോർ ഫ്രീക്വൻസീസ് അപ് ടു ജിഗാഹെർട്സ് റേഞ്ച്. അപ്പൊ നമ്മളിവിടെ പുതിയൊരു ഡയോഡിനെ പരിചയപ്പെട്ടിരിക്കുകയാണ്. ഏതാണ്? പിൻ ഡയോഡ്. പിൻ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P റീജിയനും ഉണ്ടാവും, N റീജിയനും ഉണ്ടാവും. ഈ P റീജിയന്റെയും N റീജിയന്റെയും ഇടയിൽ ഒരു ഇൻട്രിൻസിക് റീജിയൻ സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് പിൻ ഡയോഡ് എന്നറിയപ്പെടുന്നത്. നമ്മളിവിടെ പിൻ ഡയോഡ് ഒരുപാട് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിൻ ഡയോഡിന് ഒരു എബിലിറ്റി ഉള്ളത് എന്താന്ന് വെച്ചാൽ ഹൈ ആൻഡ് ലോ റെസിസ്റ്റൻസിന്റെ ഇടയിൽ സ്വിച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ആ എബിലിറ്റി തന്നെയാണ് നമ്മുടെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രീക്വൻസി അപ് ടു ജിഗാഹെർട്സ് റേഞ്ചിലെ സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ കാരണം പിൻ ഡയോഡിന്റെ ഒരു പ്രത്യേക സ്പെസിഫിക്കേഷൻ ആണ്. അത് എന്ത് ചെയ്യുന്നു, റാപ്പിഡ്ലി സ്വിച്ച് ബിറ്റ്വീൻ ലോ റെസിസ്റ്റൻസ് ആൻഡ് ഹൈ റെസിസ്റ്റൻസ്. നമ്മുടെ പിൻ ഡയോഡിന്റെ ഒരു പ്രോപ്പർട്ടീസ് കുറച്ച് നമുക്ക് നോക്കാം. പിൻ ഡയോഡ് എന്ന് പറയുന്നത് ഒരു ഹെവിലി ഡോപ്ഡ് ഡയോഡാണ്. ഹെവിലി ഡോപ്ഡ് ഡയോഡാണ് പിൻ ഡയോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ P and N റീജിയൻസ് ആർ സെപ്പറേറ്റഡ് ബൈ ഹൈ റെസിസ്റ്റീവ് എലമെന്റ്. ഹൈ റെസിസ്റ്റീവ് എലമെന്റ് ഇവിടെ ഏതാണ്? ഹൈ റെസിസ്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത് ഈ മിഡിലുള്ള ഇൻട്രിൻസിക് റീജിയൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻട്രിൻസിക് റീജിയൻ ഈ സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ഹെവിലി ഡോപ്ഡ് P and N റീജിയൻ. പിന്നെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇവിടെ സ്വിച്ചിങ് ടൈം എന്ന് പറയുന്നത് ഒരു സ്മോളർ ആയിരിക്കും. സ്വിച്ചിങ് ടൈം എന്ന് പറയുന്നത് പിൻ ഡയോഡിന്റെ സ്വിച്ചിങ് ടൈം ലോ ആയിരിക്കും. അതിന് റീസൺ എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റിവിറ്റി ആയതുകൊണ്ടാണ്. ഹൈ റെസിസ്റ്റിവിറ്റി ഓഫ് ഇൻട്രിൻസിക് ലെയർ കാരണമാണ് സ്വിച്ചിങ് ടൈം ലോ ആവുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിൻ ഡയോഡ് റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ ഒരു ഫോട്ടോ സെൻസിറ്റിവിറ്റി ആപ്ലിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി എന്തുണ്ട്, പിൻ ഡയോഡ് റിവേഴ്സ് ബയാസിൽ കൊടുത്താൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് പിൻ ഡയോഡ് ലൈറ്റ് സെൻസേഴ്സിൽ ആപ്ലിക്കബിൾ ആണ്. ലൈറ്റ് സെൻസേഴ്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇമേജ് സെൻസേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇമേജ് സ്കാനേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ റെറ്റിന മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സ്വിച്ചിങ്ങിന്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് പിൻ ഡയോഡ് ഫോട്ടോ ഡിറ്റക്ഷൻ ആപ്ലിക്കേഷനിലാണ് ലൈറ്റ് സെൻസർ, ഇമേജ് സെൻസർ, ഇമേജ് സ്കാനർ, ആർട്ടിഫിഷ്യൽ റെറ്റിനയിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ പിൻ ഡയോഡ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന സ്വിച്ചിങ് ഡയോഡ് ഫോർ ഫ്രീക്വൻസി അപ് ടു ജിഗാഹെർട്സ് റേഞ്ച്, അതിന്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള സ്വിച്ചിങ് വെച്ചിട്ട് നമ്മൾ ഈ പിൻ ഡയോഡ് യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെ ആയിരിക്കും? വേരിയബിൾ അറ്റ്യൂനേറ്റേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഒക്കെ ഓർത്ത് വെച്ചേക്കുക. ഇതിലിപ്പോ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ അല്ലാണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചാലും നമുക്ക് എന്ത് പറയാൻ പറ്റും? പിൻ ഡയോഡ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് പറയാൻ പറ്റും. പിന്നെ ഫോട്ടോ ഡിറ്റക്ടേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്.
ഫോട്ടോ ഡിറ്റക്ടേഴ്സിന്റെ കേസ് നമ്മളിവിടെ പറഞ്ഞു. പിന്നെ പറയുന്നത് വേരിയബിൾ അറ്റുനേറ്റേഴ്സിലൊക്കെ ഈ ഒരു ഹൈ റെസിസ്റ്റൻസിൽ നിന്നും ലോ റെസിസ്റ്റൻസിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് പിൻ ഡയോഡ് എന്ന് പറയാൻ പറ്റും വേരിയബിൾ അറ്റുനേഷനിൽ. അതേപോലെ ഫോട്ടോ ഡിറ്റക്ടേഴ്സിൽ ഫോട്ടോ കണ്ടക്ടിവിറ്റിയുടെ ആ പ്രോപ്പർട്ടി വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് എക്സിബിറ്റഡ് ബൈ. നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഡയോഡിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് ഏതെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ടണൽ ഡയോഡാണ്. ടണൽ ഡയോഡ് ഫോർവേഡ് ബയാസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡയോഡാണ് ടണൽ ഡയോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇലക്ട്രോൺ എന്ന് പറയുന്നത്, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് ടണലിംഗ് എഫക്റ്റിലൂടെയാണ്. അതായത് ഇലക്ട്രോൺസ് ക്യാൻ ടണൽ ത്രൂ എ നാരോ പൊട്ടൻഷ്യൽ ബാരിയർ ലീഡിങ് ടു എ യൂണിക് IV ക്യാര. ഇവിടെ എന്ന് പറയുന്നത് ടണൽ ഡയോഡിന് ഒരു പ്രത്യേക IV ക്യാര ഉണ്ട്. നമ്മുടെ ടണൽ ഡയോഡിന്റെ സിമ്പൽ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ടണൽ ഡയോഡിന്റെ സിമ്പൽ ഇതാണ്. അതേപോലെ തന്നെ അതിന്റെ IV ക്യാരക്ടറിസ്റ്റിക്സ് ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടണലിംഗ് എഫക്റ്റ് എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാവും. ഇതെന്ന് പറയുന്നത് കറണ്ടും ഇത് വോൾട്ടേജും, ദെൻ ഇങ്ങനെ എടുക്കാം. ഇതാണ് ഈ ടണൽ ഡയോഡിന്റെ ഒരു IV ക്യാര എന്ന് പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ പറയുന്ന പേരാണ് വാലി പോയിന്റ്. വാലി പോയിന്റ്. അതുപോലെ തന്നെ ഇതാണ് ഓമിക് റീജിയൻ. ഈ റീജിയനെ പറയുന്ന പേരാണ് ഓമിക് റീജിയൻ. ഇതാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. ഇതാണ് കൺവെൻഷണൽ. ഇവിടെ അതിനുശേഷം ഹൈ കറണ്ട് ഏരിയ വന്നു കഴിയുമ്പോൾ നമ്മുടെ സാധാരണ കൺവെൻഷണൽ ഡയോഡ് പോലെ ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് കൂടുമ്പോൾ ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ കോമൺ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ വരുന്ന ഒരു ഡയോഡ് ഏതെന്നാണ്. അത് ടണൽ ഡയോഡാണ്. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നോർമലി കറണ്ട് ഇൻക്രീസ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ കറണ്ട് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ സഫീഷ്യന്റ് എനർജി ഇല്ലാത്ത ടൈമിൽ തന്നെ ഇലക്ട്രോൺസിന് പൊട്ടൻഷ്യൽ ബാരിയർ പെട്ടെന്ന് പാസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ടണൽ ഡയോഡിനുണ്ട്. അതുപോലെ തന്നെ P ആൻഡ് N റീജിയൻസ് ടണൽ ഡയോഡിൽ ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡിപ്ലീഷൻ റീജിയൻ എന്തായിരിക്കും, നാരോവർ ആയിരിക്കും. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ഇവിടെ കുറവായിരിക്കും. അത് മാത്രമല്ല ടണൽ ഡയോഡ് എന്ന് പറയുന്നതിന് മറ്റൊരു നെയിം ഉണ്ട്, ഇസാക്കി ഡയോഡ് എന്നറിയപ്പെടും. കാരണം ഈ ടണൽ ഡയോഡ് കണ്ടുപിടിച്ച ആളുടെ പേര് ഇസാക്കി എന്നായിരുന്നു. 1957 ടണൽ ഡയോഡ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടണൽ ഡയോഡ് ഇസാക്കി ഡയോഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്. മുന്നേ PSC ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇസാക്കി ഡയോഡ് ഈസ് അനദർ നെയിം ഓഫ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ടണൽ ഡയോഡിന്റെ മറ്റൊരു പേരാണ്. അതുപോലെ ഒരു ഓമിക് റീജിയൻ ഉണ്ട്, അതുപോലെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഉണ്ട്, പിന്നെ ഒരു നോർമൽ ഡയോഡ് പോലെ ആക്ട് ചെയ്യുന്ന റീജിയൻ ഉണ്ട്. അതേപോലെ തന്നെ ഓമിക് റീജിയൻ എന്ന് പറഞ്ഞാൽ അവിടെ ഓമിക് റീജിയനിൽ വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും ലോ ആയിരിക്കും. അതേപോലെ ഓർഡിനറി ഡയോഡായിട്ട് ആക്ട് ചെയ്യുന്ന ഏരിയയിൽ തന്നെ എന്തായിരിക്കും, വോൾട്ടേജും കറണ്ടും അതേപോലെ റെസിസ്റ്റൻസും ഹൈ ആയിരിക്കും. പിന്നെ ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കറണ്ട് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ ഡി ടണൽ ഡയോഡാണ് കറക്റ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെന ബ്രേക്ക്ഡൗൺ വോൾട്ടേജ് ഡാഷ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഇവിടെ സെന ഡയോഡിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ചെക്ക് ചെയ്താൽ അറിയാം, സെന ഡയോഡിനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സെന ഡയോഡിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എല്ലാം തറവാക്കി തന്നെ വെക്കുക. സെന ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡാഷ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് കൂടും. എന്താണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺസും ഹോൾസും ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, കണ്ടക്ടിവിറ്റി കൂടും. കണ്ടക്ടിവിറ്റി കൂടുമ്പോൾ എന്താ സംഭവിക്കുക, എനർജി ഗ്യാപ്പ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് കുറയും. എനർജി ഗ്യാപ്പ് കുറയും. ദെൻ ഇലക്ട്രോൺസിന് ബ്രേക്ക് ഡൗൺ ആയിട്ട് എന്ത് സംഭവിക്കും, ബ്രേക്ക് ഡൗൺ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെസ് ഇലക്ട്രിക് ഫീൽഡ് മതിയാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ലോ ആയിരിക്കും, അതായത് ഡിക്രീസ് ചെയ്യും. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത്.
അതായത് സെന ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ്. അതിന്റെ പ്രോസസ് ഇങ്ങനെയാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ ചാർജ് കാരിയേഴ്സിന്റെ എണ്ണം കൂടും, തെർമലി ജനറേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസും ഹോൾസും അവിടെ ഉണ്ടാവും, അപ്പോൾ അതിന്റെ നമ്പർ കൂടും, കണ്ടക്ടിവിറ്റി ഓട്ടോമാറ്റിക്കലി കൂടും. അപ്പോൾ എന്ത് സംഭവിക്കും? എനർജി ബാൻഡ് ഗ്യാപ്പ് കുറവായിരിക്കും. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ വാലൻസ് ബാൻഡിൽ നിന്ന് കാരിയേഴ്സിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അവിടെ കൊടുക്കേണ്ട ഇലക്ട്രിക് ഫീൽഡിന്റെ അളവ് കുറയും. അപ്പോൾ എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കുറച്ച് മതിയാവും. അപ്പൊ സെന ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ് എന്നാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാരക്ടർ ഡയോഡ് ആർ യൂസ്ഡ് ഇൻ. ഇവിടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഡയോഡിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, വാരക്ടർ ഡയോഡ്. വാരക്ടർ ഡയോഡിന്റെ അനദർ നെയിം എന്ന് പറയുന്നത് വേരി ക്യാപ്പ് എന്നാണ്. ആ നെയിമിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇതൊരു കപ്പാസിറ്റൻസ് വേരി ചെയ്യുന്ന ഒരു ഡയോഡാണ്. വോൾട്ടേജ് കൺട്രോൾഡ് ആയിട്ടുള്ള വേരിയബിൾ കപ്പാസിറ്റൻസ് വേണ്ടിടത്തൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ വേരി ക്യാപ്പ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് വേരി ക്യാപ്പിന്റെ നമ്മുടെ വേരിയബിൾ റെസിസ്റ്റൻസിന്റെ വാരക്ടർ ഡയോഡിന്റെ സിമ്പൽ കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് കാഥോഡ്, ഇതാണ് ആനോഡ്, ഇങ്ങനെ വരും. അപ്പൊ ഇത് ഡയോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? വേരിയബിൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? ഇതാണ് വേരി ക്യാപ്പിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വേരിയേഷൻ ഇൻ കപ്പാസിറ്റൻസ് എവിടെയൊക്കെ വേണോ അവിടെ എല്ലാം യൂസ് ചെയ്യും. നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ ട്യൂണിംഗ് ഓഫ് എൽ സി സർക്യൂട്ട്, ഓപ്ഷൻ ബി സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആംപ്ലിഫയർ, ഓപ്ഷൻ സി പാരാമെട്രിക് ആംപ്ലിഫയേഴ്സ്. അപ്പം ഇതിൽ മൂന്നിലും നമുക്ക് വേരിയബിൾ കപ്പാസിറ്റൻസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഡി ഓൾ ദ എബോവ് ആണ് ആൻസർ. പിന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടെ അനദർ എക്സാമ്പിൾസും കൂടെ എന്ത് ചെയ്യാം? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ വേരി ക്യാപ്പ് ആപ്ലിക്കബിൾ ആവുന്നത് ട്യൂണിംഗ് ഓഫ് എഫ് എമ്മിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ട്യൂണിംഗ് ഓഫ് എഫ് എമ്മിന് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ റേഡിയോയില് ടി വിയിലൊക്കെ ട്യൂണിങ്ങിന് വേണ്ടിയിട്ട്, റേഡിയോ ഓർ ടി വിയിൽ ട്യൂണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീക്വൻസി മൾട്ടിപ്ലയേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, VCO. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വേരിയബിൾ കപ്പാസിറ്ററിനെ പറ്റി പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം വേരിയബിൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്, അതിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കപ്പാസിറ്റൻസ് ഓഫ് വേരിയബിൾ കപ്പാസിറ്റർ വേരീസ് ലീനിയർലി വിത്ത് അപ്ലൈഡ് വോൾട്ടേജ് ആണ്. അപ്ലൈഡ് വോൾട്ടേജിനനുസരിച്ച് ലീനിയർലി ആണ് ഇതിന്റെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴാണത് അങ്ങനെ സംഭവിക്കുക? നമ്മുടെ റിവേഴ്സ് ബയാസ് കണ്ടീഷനിലാണ് ഉണ്ടാവുക. നമുക്കറിയാം റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ ഫോം ചെയ്യുന്ന കപ്പാസിറ്റൻസിന്റെ പേരാണ് ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് C=ε/A/W അല്ലെങ്കിൽ D എന്ന് റെപ്രസെന്റ് ചെയ്യാം. W എന്താണ്? ഡിപ്ലീഷൻ വിഡ്ത്തിന്റെ റെപ്രസെന്റേഷൻ ആണ് W എന്ന ലെറ്റർ കൊണ്ട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് റിവേഴ്സ് ബയാസിൽ എന്താവുമായിരിക്കും? കൂടുമായിരിക്കും. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടുന്തോറും നമ്മുടെ കപ്പാസിറ്റൻസ് വാല്യൂ കുറയുക ചെയ്യുക. അതായത് റിവേഴ്സ് ബയാസ് കണ്ടീഷൻ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഈ ഇക്വേഷൻ. അതായത് കപ്പാസിറ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വിഡ്ത്ത് ആണ്. അതുകൊണ്ട് കപ്പാസിറ്റൻസ് കുറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടുന്നത് എപ്പോഴാണ്? റിവേഴ്സ് ബയാസിലായിരിക്കും. റിവേഴ്സ് ബയാസ് കൂട്ടുന്തോറും ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടിക്കൊണ്ടിരിക്കും, കപ്പാസിറ്റൻസിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ വാരക്ടർ ഡയോഡ്സ് ആർ യൂസ്ഡ് ഇൻ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ ഓപ്ഷൻസിലും യൂസ് ചെയ്യും. എക്സ്ട്രാ ആയിട്ട് നമ്മൾ പറഞ്ഞ ട്യൂണിംഗ് ഓഫ് FM, റേഡിയോ, TV, ഫ്രീക്വൻസി മൾട്ടിപ്ലയേഴ്സ്, വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ടണൽ ഡയോഡ് ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഈസ് ഓഫ് ദ ഓർഡർ ഓഫ്. ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു വാല്യൂ ആണ്. ഇത് ഓപ്ഷൻ എ 1:10⁻³ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അതായത് ഓർഡിനറി ഡയോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ടണൽ ഡയോഡിലെ ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ, അതായത് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഓർത്ത് ഇരിക്കേണ്ട ഒരു റിലേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഡോപ്പിംഗ് കോൺസെൻട്രേഷനെ ഒരു ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ടണൽ ഡയോഡിലെ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്തിന് എന്തായിരിക്കും? ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഇതിവിടെ പറയാൻ കാരണം, ഈ ടണൽ ഡയോഡിന്റെ കേസിൽ ഈ ഒരു റിലേഷൻ വെച്ചിട്ട്
ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. അതായത് ഇൻ എ ടണൽ ഡയോഡ് വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ. അതുകൊണ്ട് തന്നെ അത് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ അതുപോലെ ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷന്റെ ഓർഡർ എന്താണെന്നുള്ളതും ഓർത്ത് വെച്ചിരിക്കുക. 1:10⁻³ ആണ് ഓർഡർ വരിക. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ വിഡ്ത്ത് ഓഫ് ദ ജംഗ്ഷൻ ബാരിയർ വേരീസ് ഇൻവേഴ്സ്ലി ആസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ. ഇതും കൂടെ ഈ റിലേഷനും കൂടെ ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a diode volt-ampere characteristic, what will be the resistance if a slope is drawn between the voltages 50 to 100 and corresponding current 5 to 10? Okay. നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സാധാരണ PN ജംഗ്ഷൻ ഡയോഡിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. PN ജംഗ്ഷൻ ഡയോഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിൽ നമ്മൾ കർവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ VI ക്യാര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ വരിക? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ലോപ്പ് ഡ്രോൺ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലോപ്പ് ഉണ്ട്. അതിൽ നമുക്ക് 2 വാല്യൂസ് ഓഫ് വോൾട്ടേജും 2 വാല്യൂസ് ഓഫ് കറണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വോൾട്ടേജ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? വോൾട്ടേജ് എന്ന് പറയുന്നത് 50 വോൾട്ടും പറയുന്നുണ്ട്, 100 വോൾട്ടും പറയുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ കറണ്ട് പറയുന്നത് എന്തൊക്കെയാണ്? 5 ആംപിയർ കറണ്ടും പറയുന്നുണ്ട്. അതേപോലെ തന്നെ 10 ആംപിയർ കറണ്ടും പറയുന്നുണ്ട്. 5 ആംപിയർ കറണ്ടും പറയുന്നുണ്ട്, 10 ആംപിയർ കറണ്ട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവിടുത്തെ വോൾട്ടേജ് ഡിഫറൻസ് ഡെൽറ്റ V എന്ന് പറയുന്നത് V2 മൈനസ് V1 ആണ്. V2നെ 100 ആക്കി എടുത്തു കഴിഞ്ഞാൽ V1 എന്ന് പറയുന്ന 50, ദെൻ ഡെൽറ്റ V എന്തായിരിക്കും? 50 വോൾട്ട് ആയിരിക്കും. അതേപോലെ തന്നെ ഡെൽറ്റ I എന്ന് പറയുന്നത് നമ്മുടെ 10 ആംപിയർ മൈനസ് 5 ആംപിയർ, I2 മൈനസ് I1, ദെൻ 5 ആംപിയർ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? റെസിസ്റ്റൻസ് സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഈ കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഡെൽറ്റ V ഡിവൈഡഡ് ബൈ ഡെൽറ്റ I. അതെന്താണ്? റെസിസ്റ്റൻസ് ആണ്. ആ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. 50 വോൾട്ട് ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. 50 വോൾട്ട് ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 10 ഓം ആണ് ഇവിടുത്തെ റെസിസ്റ്റൻസ് വരിക. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ 10 ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടല്ലോ. ഓപ്ഷൻ സി 10 ഓം ആയിരിക്കും ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സെനർ റെഗുലേറ്റർ the change in load current produces change in load current കൊണ്ട് ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണെന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ ബി സെനർ കറണ്ട് എന്നുള്ളതാണ് ആൻസർ വരിക. അതായത് ലോഡ് കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താണ് ചേഞ്ച് ചെയ്യാന്നാണ് നോക്കുന്നത്. അതായത് നമുക്കറിയാം സെനർ ഡയോഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? സെനർ ഡയോഡിന്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് റെഗുലേറ്റേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. വോൾട്ടേജ് റെഗുലേറ്ററിന്റെ പ്രത്യേകത എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയി നിലനിൽക്കും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോഡ് കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചേഞ്ച് ആവുന്നതാണ്? സെനർ വോൾട്ടേജ് ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്ന സെനർ വോൾട്ടേജ് ഒരു കാരണവശാലും ചേഞ്ച് ആവില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആയി തന്നെ നിലനിൽക്കും. പിന്നെ ചേഞ്ച് വരാൻ ചാൻസ് ഉള്ളത് ഓപ്ഷൻ ബി സെനർ കറണ്ടിനാണ്. നമുക്കൊരു സെനർ ഡയോഡിന്റെ സർക്യൂട്ട് ഡയഗ്രാം ചെക്ക് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും. സെനർ ഡയോഡ് നമ്മൾ എന്ത് ചെയ്യും? ഒരു സീരീസ് റെസിസ്റ്റൻസിന് അക്രോസ് റിവേഴ്സ് ബയാസ് കണ്ടീഷനിലാണ് കണക്ട് ചെയ്യുക. ഇങ്ങനെ കണക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് എടുക്കും. ഇവിടുന്നാണ് ഇത് ലോഡ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VZ ആയിരിക്കും. അതേപോലെ തന്നെ ഇതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IZ ആയിരിക്കും. ഇത് സോഴ്സിലൂടെ പോണ കറണ്ട് IS ആയിരിക്കും. ഇതാണ് DC ഇൻപുട്ട് വോൾട്ടേജ് Vin എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സെന്ററിലൂടെ പോകുന്ന കറണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ വോൾട്ടേജിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലോഡ് കറണ്ടിൽ വരുന്ന ചേഞ്ചസ് നമ്മുടെ സെനർ വോൾട്ടേജിൽ എഫക്ട് ചെയ്യാണ്ട് സെനർ വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആയി നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ലോഡ് കറണ്ട് ചേഞ്ച് ആവുമ്പോൾ സപ്ലൈയിൽ നിന്നുള്ള കറണ്ട് ലോഡിലും സെനർ ഡയോഡിലുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തും. അപ്പൊ അവിടെ ചേഞ്ച് വരുത്തുന്നത് എന്തിനാണ്? സെനർ കറണ്ടിനാണ്. സെനർ കറണ്ടിന് ചേഞ്ച് വരുത്തുന്നത് എന്തിനാണ്? നമ്മുടെ സെനർ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ. അങ്ങനെയാണ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സിന് നമുക്ക് ആപ്ലിക്കബിൾ ആക്കുന്ന തരത്തിൽ എപ്പോഴും സെനർ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. സെനർ വോൾട്ടേജിന് ഔട്ട്പുട്ട് സെനർ വോൾട്ടേജിന് ഒരിക്കലും ഒരു ചേഞ്ച് ഉണ്ടാവില്ല. അതൊരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും. നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് VZ എന്നുള്ള ഒരു ലെറ്റർ വെച്ചിട്ടായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിഫിക്കൽട്ടി in achieving high doping concentration leads to. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഹൈ ആക്കിയിട്ട്, അതായത് ഹെവിലി ഡോപ്ഡ് ആക്കി വെക്കുമ്പോൾ ഉണ്ടാവാവുന്ന ഡിഫിക്കൽറ്റി എന്താണെന്നുള്ളതാണ്. ഇവിടെ ആൻസർ വരുന്നത്
എറേഴ്സ് ഇൻ വേരിയേഷൻ എന്നുള്ളതാണ്. എറേഴ്സ് ഓപ്ഷൻ ബി എറർ ഇൻ വേരിയേഷൻ എന്നുള്ളതാണ്. അത് ഏതൊക്കെ ടൈപ്പ് എറേഴ്സ് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറേഴ്സ് ഇൻ ഡോപ്പിംഗ് വരാം. എറേഴ്സ് ഇൻ ഡോപ്പിംഗ് ആൻഡ് വേരിയേഷൻസ് സംഭവിക്കാം. അതേപോലെ തന്നെ പൊട്ടൻഷ്യലി ഡിസ്ട്രിബ്യൂഷൻ എറേഴ്സും ഇവിടെ സംഭവിക്കാം. പൊട്ടൻഷ്യലി ഡിസ്ട്രിബ്യൂട്ടിംഗ് എറേഴ്സ്. ഈ 2 പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. അതുകൊണ്ട് തന്നെ ദ ഡിഫിക്കൽട്ടി ഇൻ അച്ചീവിംഗ് ഹൈ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ലീഡ് ടു ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എറേഴ്സ് ഇൻ വേരിയേഷൻ ആണ് ഇവിടെ ആൻസർ വരിക. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.